നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഇപ്പോൾ എല്ലാ പാർട്ടികളും അവരുടെ ജയപരാജയ കാരണങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പെൻഷൻ മുടങ്ങിയതുൾപ്പെടെ തിരിച്ചടിയായെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി NV ഗോവിന്ദൻ്റെ അഭിപ്രായം വന്നിരിക്കുന്നത്. വിമർശനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുവെന്നും ഇതിൽ സൂക്ഷ്മ പരിശോധന നടത്തി ആവശ്യമായ തിരുത്തലുകൾ നടത്തുമെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ നടന്ന EMSൻ്റെ ലോകം എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നും മോദിയെ മാറ്റണമെന്ന് മാത്രമാണ് ജനങ്ങൾ ചിന്തിച്ചതെന്നും പറഞ്ഞ പിണറായി വിജയൻ നിലപാട് ആവർത്തിക്കുന്ന വേളയിലാണ് MV ഗോവിന്ദൻ്റെ തുറന്നു പറച്ചിൽ എന്നത് ശ്രദ്ധേയമാണ്. ആവശ്യത്തിന് ഫണ്ട് നൽകാത്ത കേന്ദ്ര സർക്കാരിനെ MV ഗോവിന്ദൻ വിമർശിക്കുകയും ചെയ്തു. കേന്ദ്രം ഉപരോധം പോലെ സംസ്ഥാന സർക്കാരിന് കൈകാര്യം ചെയ്യുകയാണെന്നും തരാനുള്ള 57,000 കോടി കഴിഞ്ഞ വർഷം തന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതിയിൽ പോയപ്പോൾ മാത്രമാണ് 3,000 കോടി രൂപ കിട്ടിയത്. ഇനിയും നിയമയുദ്ധം നടത്തേണ്ടി വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂടാതെ 62 ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ട പെൻഷൻ ഇതുവരെ കൊടുത്തു തീർക്കാനായിട്ടില്ല. മറ്റ് വിവിധ മേഖലകളിൽ ആളുകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പൂർണ്ണമായും കൊടുത്തു തീർക്കാനും കഴിഞ്ഞിട്ടില്ല. അധ്യാപകർക്കുള്ള DA പൂർണ്ണമായും കൊടുത്തിട്ടില്ല. പെൻഷൻകാർക്കുള്ള പണം മുഴുവനും കൊടുത്തിട്ടില്ല. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള കണക്കുകളാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഇത്തരത്തിലുള്ള സാഹചര്യമെല്ലാം മാറണമെന്നും സർക്കാരിൻ്റെ പ്രവർത്തനം സജീവമായി മുന്നോട്ട് പോകാൻ എന്ത് വേണമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുമെന്നും എല്ലാം ഗൗരവമായി ചിന്തിക്കുന്നുണ്ടെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതേസമയം ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPMന് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. 18 സീറ്റുകൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സ്വന്തമാക്കിയപ്പോൾ BJPക്കും CPMനും ഓരോ സീറ്റ് വീതമാണ് ലഭിച്ചത്. CPMന്റെ വോട്ട് വിഹിതത്തിലും ഗണ്യമായ കുറവുണ്ടായി. കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമൊക്കെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്